ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമുക്കിന്ന് ഹെറിൻ ബോൺ ലീഫ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആങ്കർ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരു ലീഫിൻ്റെ ഷേപ്പ് വരയ്ക്കുക. അതിനുശേഷം മുകളിൽ നിന്നാണ് നമ്മൾ നൂല് കുത്തിയെടുക്കുന്നത്. ഇതുപോലെ ഈ വലത് സൈഡിലുള്ള ലൈനിൻ്റെ കുറച്ച് താഴേന്ന് കുത്തിയിട്ട് മുകളിലേക്ക് എടുക്കുക നീഡിൽ. അതിനുശേഷം ഇടത് സൈഡിൽ നിന്ന് ഇതുപോലെ തന്നെ ഈ വരയിൽ കൂടി കുത്തി മുകളിലേക്ക് എടുത്തിട്ട് ഇതുപോലെയാണ് എടുക്കുക. വീണ്ടും വലത് സൈഡിലുള്ള ലൈനിൽ കൂടി കുത്തി താഴോട്ട് ഇറക്കി കുറച്ച് മുകളിൽ കൂടി പൊക്കി എടുക്കുക. അതിനുശേഷം ഇടത് സൈഡിൽ ഇതുപോലെ തന്നെ ചെയ്യാം. വലത് സൈഡിലുള്ള ലൈനിൻ്റെ കുറച്ച് താഴേന്ന് വരയിൽ നിന്ന് കുത്തി താഴോട്ട് ഇറക്കി പിന്നെ അതിൻ്റെ കുറച്ച് മുന്നിൽ മുകളിൽ കൂടി കുത്തി മുകളിലേക്ക് എടുക്കുക. നീഡിൽ ഇതുപോലെ തന്നെ ഇടത് സൈഡിൽ താഴേന്ന് കുത്തി കുറച്ച് മുകളിലേക്ക് എടുത്ത് ഇതുപോലെയാണ് ഇതിൻ്റെ ഷേപ്പ്. ഇൻഡു ഷേപ്പാണ് വരുന്നത് ലീഫിന്. വീണ്ടും ഇതുപോലെ ലൈനിൻ്റെ കുറച്ച് താഴേന്ന് കുത്തിയിട്ട് മുകളിലേക്കെടുത്ത് നൂല് ഇങ്ങനെയാണ് പോകുന്നത്, ഇതുപോലെയാണ് പോകുന്നത്. ശേഷം ഇതുപോലെ വരും. വീണ്ടും താഴെ കുത്തുക, മുകളിലേക്ക് എടുക്കുക. നൂല് ക്രോസർ ഷേപ്പിലാണ് പോകുന്നത്. ഒരുപാട് അകത്തി കുത്തരുത്, അപ്പം ഇതുപോലെ ഉണ്ടാകും. അടുത്തടുത്ത് നീഡിൽ കുത്തണം. ലൈനിൻ്റെ കുറച്ച് താഴേന്ന് കുത്തുക. തൊട്ട് മുകളിൽ കൂടി മുകളിലേക്ക് സൂചി എടുക്കുക. വീണ്ടും ഇടത് സൈഡിൽ നിന്ന് താഴേന്ന് കുത്തി കുറച്ച് മുകളിൽ നിന്ന് നീഡിൽ പൊക്കിയെടുക്കുക. ഈ വരയിൽ കൂടി നീഡിൽ താഴോട്ടിറക്കി തൊട്ട് മുകളിൽ കൂടി മുകളിലേക്കെടുത്ത് ഇതുപോലെ ഇടത് സൈഡിൽ നിന്ന് താഴോട്ട് സൂചി കുത്തി ഇറക്കി തൊട്ട് മുകളിൽ കൂടി മേലോട്ട് പൊക്കിയെടുത്ത് നൂല് വലിച്ചെടുക്കുക.
വളരെ എളുപ്പമാണ്. ഹെറിൻ ബോൺ സ്റ്റിച്ച് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ലീഫ് തുന്നാൻ വളരെ എളുപ്പമാണ്. നമ്മൾ കുത്തുമ്പോൾ കുറച്ചുകൂടി അടുത്തടുത്ത് കുത്തണം. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് ദൂരെ കുത്തിയത്. ഇത് ഹെറിൻ ബോൺ സ്റ്റിച്ചിൻ്റെ ഫ്ലവറാണ് നമ്മൾ ചെയ്തത്. ഇതുപോലെ നമുക്ക് ഫ്ലവറും ഇതുപോലെ ലീഫും തുന്നാൻ പറ്റും. എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.